അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് കോഴിക്കോട് വെള്ളലശ്ശേരി സ്വദേശി ഷിബുവും സംഘവും. വിദേശികളുടെ സ്വീകരണ മുറികളിലെ അലങ്കരിക്കുന്ന നിരവധി കരകൗശല ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. അടുക്കള വസ്തുക്കൾക്കും അലങ്കാര വസ്തുക്കൾക്കും ഉൾപ്പെടെ ആവശ്യക്കാരും ഏറെയാണ്. ഉപയോഗമില്ലെന്ന് കരുതി വലിച്ചെറിയുന്ന ചിരട്ടയിലാണ് അടുക്കള വസ്തുക്കൾ മുതൽ അലങ്കാര വസ്തുക്കൾ വരെ ഇവിടെ പിറവികൊള്ളുന്നത്. ചിരട്ടയിലും തെങ്ങിൻ തടിയിലുമാണ് ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പന. ലോക്ക്ഡൌൺ സമയത്താണ് മരപ്പണയിൽ നിന്നു മാറി പുതിയ സംരംഭത്തെക്കുറിച്ച് ഷിബു ആലോചിച്ചു തുടങ്ങുന്നത്. ചെന്നെത്തിയതാകട്ടെ ചിരട്ടയിൽ നിന്നും വിരിയുന്ന കൗതുക ഉൽപ്പന്നങ്ങളിലും. തുടർന്ന് ചെറിയ തോതിൽ നിർമ്മാണം തുടങ്ങി. പ്ലാസ്റ്റിക്, തടി ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഈടുള്ളതും പരിസ്ഥിതി സൗഹൃദവുമായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. 1 വർഷം മുൻപ് കൊക്സിനിയ കൊക്കോ ആർട്ട് ഹിസ്റ്ററി എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു. ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 വർഷത്തോളമായി. ആദ്യം ഞങ്ങൾ ഒരു 4 സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കമ്പനിയിലുള്ളതും നമുക്ക് പുറത്തേക്ക് സപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു 30-ലധികം സ്റ്റാഫ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്കുണ്ട്. ആദ്യം ഒരു പ്രൊപ്പർട്ടിഷിപ്പായിട്ടാണ് തുടങ്ങിയത്. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിദേശത്തേക്ക് കയറ്റുമതിയും ഒക്കെ ആവശ്യമായി വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ വേണം എന്നുള്ള രീതിയിൽ തോന്നിയപ്പോൾ ഒറ്റയ്ക്ക് അത് താങ്ങില്ല. അപ്പോൾ അതിന് ഞങ്ങൾ പിന്നീട് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് കുറച്ചുകൂടി ആളുകളെ പാർട്ട്ണർഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ നല്ല രീതിയിൽ പോകാനുണ്ടായത്. കാനഡ, ഗൾഫ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും ആവശ്യക്കാർ ഏറെയാണ്. കപ്പ്, ബൗൾ, തവി, ചട്ടുകം തുടങ്ങി അടുക്കള സാമഗ്രികൾക്കാണ് കൂടുതൽ ഡിമാൻഡ്. സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഹെവി മെഷീനുകളും രൂപമാറ്റം വരുത്തിയ യന്ത്രങ്ങളും ഉപയോഗിച്ചാണ് നിർമ്മാണം. 5 വനിതകൾ ഉൾപ്പെടെ 30 പേരാണ് കൊക്സിനിയയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ചാരിറ്റബിൾ സംഘടനയോട് ചേർന്ന് നിരവധി പരിശീലന പരിപാടികളും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്കാണ് ഇതിലൂടെ പരിശീലനം നൽകുന്നത്. നിസ്സാരമെന്ന് കരുതി നാം ഉപേക്ഷിച്ചു കളയുന്ന ചിരട്ടയിൽ നിന്നാണ് സ്വയം തൊഴിലിനൊപ്പം മറ്റുള്ളവരുടെ ഉപജീവനത്തിനും ഇവിടെ മാർഗമൊരുങ്ങുന്നത്. ക്യാമറാമാൻ സുൽത്താനൊപ്പം രമ്യാദാസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.